കാനഡയിലുള്ള കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയതാണ് 88-കാരിയായ ആലിസ് ജോൺ എന്ന ഇന്ത്യക്കാരി. അപ്രതീക്ഷിതമായി അസുഖബാധിതയായ ഇവർക്ക് കാനഡയിലെ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു. ഭീമൻ തുകയാണ് ആശുപത്രിയിൽ ഇവർക്ക് ചെലവ് വന്നത്. $96,311 അഥവാ ഏകദേശം 82 ലക്ഷം ഇന്ത്യൻ രൂപയാണ് ആശുപത്രിയിലെ ബിൽ തുകയായി വന്നത്. സൂപ്പർ വിസയിലാണ് ആലിസ് ജോൺ കാനഡയിലെത്തിയത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ അവിടെ എത്തിയ ഇവർക്ക് ചുമ, ശ്വാസതടസ്സം, പനി തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടു. തുടർന്ന് ഹാമിൽട്ടൺ ജനറൽ ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചതെന്ന് മകൻ ജോസഫ് ക്രിസ്റ്റി CTV ന്യൂസിനോട് വ്യക്തമാക്കി. ഹൈപ്പോക്സിക് റെസ്പിറേറ്ററി ഫെയിലർ എന്ന രോഗമാണ് ആലിസ് ജോണിനെ ബാധിച്ചത്. ഈ രോഗം കാരണം രക്തത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത് ശരീരത്തിലെ ഓക്സിജന്റെ അളവ് അപകടകരമായ രീതിയിൽ കുറക്കും. ശ്വാസകോശ സംബന്ധമായ തകരാറുകൾ മൂലമാണ് രോഗം സാധാരണയായി ഉണ്ടാകുന്നത്. ശ്വാസകോശത്തിന് വേണ്ടത്ര ഓക്സിജൻ എടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നതെന്ന് അർത്ഥം. ന്യൂമോണിയ, ARDS, COPD, പൾമണറി എംബോളിസം, ഉയരം കൂടിയ സ്ഥലങ്ങളിലെ താമസം എന്നിവയെല്ലാം ഈ രോഗത്തിന് കാരണമാകാം. ശ്വാസകോശത്തിന് തകരാറുണ്ടാവുകയോ വീക്കം സംഭവിക്കുകയോ ചെയ്താൽ ഓക്സിജൻ ശരിയായി രക്തത്തിലേക്ക് പ്രവേശിക്കാതെ വരും. ശ്വാസം മുട്ടൽ, വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസം, ചുണ്ടുകൾക്കും വിരലുകൾക്കും നീലനിറം, ക്ഷീണം എന്നിവയാണ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ചികിത്സിച്ചില്ലെങ്കിൽ അവയവങ്ങളുടെ തകരാറിനും മരണത്തിനും വരെ ഈ രോഗം കാരണമായേക്കാം. രക്തത്തിലെ ഓക്സിജൻ അളവ് പരിശോധിക്കുന്നതിലൂടെയും എക്സ്റേ പോലുള്ള പരിശോധനകളിലൂടെയും രോഗം കണ്ടെത്താനാകും. രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് ഓക്സിജൻ നൽകുക, വെന്റിലേറ്റർ ഉപയോഗിക്കുക, മരുന്നുകൾ നൽകുക തുടങ്ങിയ ചികിത്സാ രീതികളാണ് അവലംബിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ആലീസിന്റെ ചികിത്സക്കായി ഏകദേശം $96,311 ആശുപത്രി ബില്ലായി വന്നു. $1 ലക്ഷം വരെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നിട്ടും പോളിസിയിൽ ഈ തുക ലഭ്യമല്ലെന്നാണ് ഇൻഷുറൻസ് അധികൃതർ ആദ്യം അറിയിച്ചത്. ഇതിനുള്ള കാരണം ചോദിച്ചപ്പോൾ മുമ്പ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടായതായി കണ്ടെത്തിയ വ്യക്തിക്ക് പോളിസി ലഭിക്കില്ലെന്നാണ് ആദ്യം ഇൻഷുറൻസ് കമ്പനി വ്യക്തമാക്കിയത്. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഇങ്ങനെയൊരു രോഗം ഇല്ലായിരുന്നു എന്ന് ഇവരുടെ മകൻ പറയുന്നു. ഒടുവിൽ ഇൻഷുറൻസ് കമ്പനി മുഴുവൻ തുകയും നൽകാമെന്ന് സമ്മതിച്ചതോടെയാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ വിഷയം പരിഹരിച്ചത്. ഇൻഷുറൻസ് എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ സംഭവത്തിൽ രോഗബാധിതയായ സ്ത്രീ സൂപ്പർ വിസയിലാണ് കാനഡയിൽ എത്തിയതെന്ന് പറഞ്ഞല്ലോ. എന്താണ് സൂപ്പർ വിസ എന്ന കാര്യവും നമുക്ക് നോക്കാം. കനേഡിയൻ പൗരത്വമുള്ളവരുടെയും PR ഉള്ളവരുടെയും മാതാപിതാക്കൾ, മുത്തശ്ശി, മുത്തശ്ശന്മാർ എന്നിവരെ കാനഡയിൽ കൂടുതൽ കാലം താമസിക്കാൻ അനുവദിക്കുന്ന വിസയാണ് സൂപ്പർ വിസ. സാധാരണ വിസിറ്റ് വിസക്ക് 6 മാസം വരെയാണ് കാലാവധി ഉള്ളതെങ്കിൽ സൂപ്പർ വിസയിൽ കാനഡയിലെത്തിയാൽ ഒരു വിസിറ്റിൽ തന്നെ 5 വർഷങ്ങൾ വരെ രാജ്യത്ത് താമസിക്കാനാകും. 10 വർഷം വരെയുള്ള കാലാവധിക്കുള്ളിൽ മൾട്ടിപ്പിൾ എൻട്രിക്കുള്ള അനുമതിയും ലഭിക്കും. അർഹരായ വ്യക്തികൾക്ക് ഓൺലൈനായി സൂപ്പർ വിസക്ക് അപേക്ഷിക്കാനാകും. ഇൻവിറ്റേഷൻ ലെറ്റർ, പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ്, കാനഡയിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തികളുടെ വരുമാന രേഖ, മെഡിക്കൽ ഇൻഷുറൻസ് ഡോക്യുമെന്റ്, മെഡിക്കൽ എക്സാമിനേഷൻ റിസൾട്ട് തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഈ വിസയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ IRCC വെബ്സൈറ്റിൽ ലഭ്യമാണ്.